ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഉറക്കം എണീച്ച്. മോൻ 7:45 സ്കൂൾ ബസ് വരുന്നതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാര്യം അവനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ അമ്മ ഉള്ളതുകൊണ്ടൊന്നും അറിയുന്നില്ല. അവനെ വിട്ട ശേഷം അമ്മ ഉണ്ടാക്കി വെച്ച അപ്പവും നല്ല ഗ്രീൻ പീസ് കറിയും കഴിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പല്ല് തേച്ചില്ലേന്ന്. പല്ലൊക്കെ തേച്ചു ഗെയ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് അതുമൊക്കെ നടന്നായിരുന്നു. പിന്നെ അങ്ങനെ വെറുതെ ഈ വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പം കുഞ്ഞയുടെ വീട്ടിൽ കുറച്ച് ശംഖുപുഷ്പം നിൽക്കുന്നുണ്ട്. അത് പോയി ഇനി പിച്ചി എടുത്തുകൊണ്ട് വന്ന്. ഈ വിളക്കെന്ന് പറയുമ്പോൾ രാവിലെ വിളക്ക് തേച്ച് വെച്ചിട്ടാണ് കേട്ടോ ജോലിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ശംഖുപുഷ്പമായിട്ട് മൽപ്പിടുത്തത്തിലായിട്ടുണ്ട്. നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം കേട്ടോ. പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണേ. പിന്നെ നമ്മുടെ കൂരവ് ഇത് അരച്ചതാണ്. കൂരവ് നല്ല രീതിയിൽ മിക്സിയിൽ അരിച്ച് വെച്ചിരിക്കുന്ന കൂരവാണ്. പിന്നെ ഇതാ നമ്മുടെ ശംഖുപുഷ്പം നല്ല രീതിയിൽ വെള്ളത്തിൽ വെട്ടി തിളച്ചിട്ടുണ്ട്. നോക്കി അതിൻ്റെ കളർ നോക്കി. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഓറഞ്ച് പൊളിച്ച് വെച്ചു. ഒന്ന് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. മോന് സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ അത് പൊളിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൂരവ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ കുടിച്ചാൽ പോരെയെന്ന്. പിന്നെ ഒരു രസത്തിന് വേണ്ടി വെറുതെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അത് കഴിഞ്ഞ് മോൻ വരാൻ കുറച്ച് സമയം കൂടെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ബുക്ക് വായിക്കാമെന്ന്. നേരത്തെ വായിച്ച് വെച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അങ്ങനെ 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ്റെ സ്കൂൾ ബസ് വന്നു. സാധാരണ അവൻ വീട്ടിലോട്ടങ്ങ് വരികയാണ് ചെയ്യുന്നത്. ഇന്ന് ചെറിയ മഴച്ചാറ്റിലുള്ളതുകൊണ്ട് ഞാൻ പോയി വിളിച്ചു. ഇതാ കണ്ടില്ലേ, ഇതാണ് കോലം. പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് യൂണിഫോം അവനെ കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്നേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് യൂണിഫോം ഇടാത്തത്. മോനെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ ജിമ്മിലോട്ട് വെച്ച് പിടിക്കുകയാണ്.